കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തലാസീമിയ രോഗികളുടെ ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റ് വിതരണം മുടങ്ങിയത് രോഗികൾക്ക് ദുരിതമാകുന്നു. നിലവിൽ എറണാകുളത്തു നിന്നും ഭീമമായ തുക മുടക്കി ഫിൽട്ടർ സെറ്റ് വരുത്തി രക്തം സ്വീകരിക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. രക്തം സ്വീകരിക്കുമ്പോൾ തലാസീമിയ രോഗികൾക്കുണ്ടാവുന്ന ഗുരുതരമായ പാർശ്വഫലം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിച്ചുവരുന്ന ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റ് നിരന്തരം മുടങ്ങുകയാണ്. മരുന്ന് കമ്പനികൾ പങ്കെടുക്കാതായതോടെ ടെൻഡർ നടപടികൾ മുടങ്ങിയത് കാരണം ഫിൽട്ടർ സെറ്റും ജീവൻ രക്ഷാ മരുന്നും മുടങ്ങുന്ന സ്ഥിതി നേരത്തെയും മെഡിക്കൽ കോളേജിലുണ്ട്. ബദൽ സംവിധാനം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് രോഗികൾ പ്രക്ഷോഭത്തിനിറങ്ങിയിരുന്നു. തുടർന്ന് താൽക്കാലിക നടപടി എന്ന നിലയ്ക്ക് ലോക്കൽ പർച്ചേസ് നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ആശുപത്രികൾ സ്വന്തം നിലയ്ക്ക് ലോക്കൽ പർച്ചേസ് നടത്തി ഇവ വിതരണം ചെയ്തിരുന്നത്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അതും മുടങ്ങിയിരിക്കുകയാണ്. ചില കുട്ടികളെ ഈ ടെൻഡർ മുടങ്ങിയതിന്റെ കാരണം തന്നെ മരുന്നും ചികിത്സയും പഴച്ച് മരിക്കാൻ പോലും ഇതിനിടയ്ക്ക് ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം അതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. ഈ മാരക രോഗികളുടെ സമ്പൂർണ്ണ ചികിത്സ സൗജന്യമാക്കാമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ നമുക്ക് ഉറപ്പ് നൽകിയതാണ്. പക്ഷെ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. ലോക്കൽ പർച്ചേസ് തന്നെ എല്ലായിടത്തും ഫലപ്രദമായിട്ടില്ല. കണ്ണൂർ, വയനാട്, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലും കോഴിക്കോട് മാതൃശിശു കേന്ദ്രത്തിലും ഇത് ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. ടെൻഡർ മുടങ്ങിയപ്പോൾ മുതൽ രക്തബാങ്കുകളിൽ ഫിൽട്ടർ സെറ്റ് തീർന്നതിനാൽ 2 വർഷത്തോളമായി ദാതാക്കളിൽ നിന്നും ലൂക്കോസൈറ്റ് ഫിൽട്ടർ ചെയ്ത് രക്തം ശേഖരിക്കുന്ന പ്രക്രിയ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. തലാസീമിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ സ്ഥിതിയാണ് ഫിൽട്ടർ മുടങ്ങിയത് കാരണം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തലാസീമിയ രോഗികൾക്കാവശ്യമായ ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റും ജീവൻ രക്ഷാ മരുന്നുകളും നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള ബ്ലഡ് പേഷ്യന്റ് പ്രൊട്ടക്ഷൻ കൗൺസിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുൾപ്പെടെ 21 ആവശ്യങ്ങളടങ്ങിയ നിവേദനം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൗൺസിൽ ഇതിനകം സമർപ്പിച്ചിട്ടുമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.